ആ സംഭവത്തെക്കുറിച്ച് DSP ചുമതല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. സാക്ഷികളും മൊഴിയെടുത്തും CCTV കാര്യങ്ങളും അവിടെയുള്ള ആളുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു. എൻക്വയറി റിപ്പോർട്ട് വന്നിട്ടില്ല എനിക്ക്. വന്ന ശേഷം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് ഏതെങ്കിലും പ്രാഥമികമായിട്ടുള്ള നടപടി എന്തെങ്കിലും ഉണ്ടോ? കാരണം CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരിക അതിങ്ങനെ പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ചുള്ള എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു. DSP ഡീറ്റെയിൽ ആയിട്ട് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ഇതുവരെ എൻക്വയറി പൂർത്തിയായിട്ട് അത് നോക്കാം. അത് എൻക്വയറി കിട്ടിയില്ല. എൻക്വയറി റിപ്പോർട്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എന്താണുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് നോക്കാം. എൻക്വയറി ആയിട്ടില്ല. എൻക്വയറി ആയിട്ട് എൻക്വയറി നോക്കി പ്രാഥമിക വിലയിരുത്തില്ലേ എന്താണ് ഉണ്ടായ സാഹചര്യം? മുടി പിടിച്ച് അങ്ങോട്ട് ജീപ്പിലേക്ക് വലിക്കാനുള്ള സാഹചര്യം എന്താണ്? അങ്ങനെ എന്തെങ്കിലും അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ട്? ഇല്ല, അത് നമ്മൾ എന്താ സംഭവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് DSP എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഡീഹണ്ടായിട്ട് NDPS കാര്യങ്ങളായിട്ട് പരിശോധന നടന്നുകൊണ്ടിരുന്നത്. ഒരു 2 ദിവസം മുൻപും ഒരു 6 കുട്ടികളായിട്ട് ഇങ്ങനെ NDPS സാധനം വാങ്ങാനുള്ള അവിടെ ടീം സ്ക്വാഡ് കിട്ടിയിട്ടുണ്ട്. ഇൻഫർമേഷൻ കിട്ടി. ആ കുട്ടികളെ വിളിച്ച് പരിശോധിച്ചപ്പോൾ അത് പ്രാഥമികമായിട്ട് സത്യം പ്രൂവ് ആയതാണ്. അപ്പോൾ അതിനുശേഷം CWCയിൽ ഏൽപ്പിച്ച് അവർക്ക് കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ഇങ്ങനത്തെ NDPS സപ്ലൈ ചെയ്യാനുള്ള ഒരാളെ ഇന്നലെ ചെക്കിങ്ങിൽ പോലീസ് കിട്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 36 ഗ്രാം കൈവശം കഞ്ചാവ് വച്ചിരുന്നതായിട്ട് NDPS കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പുറകിൽ കുട്ടികൾക്ക് ആരാണ് ഈ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നുള്ള കുറിച്ചുള്ള അന്വേഷണം ഡീറ്റെയിൽ ആയിട്ട് നടന്നു വരുന്നുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് ഈ റിപ്പോർട്ടായ സംഭവത്തെക്കുറിച്ച് നമ്മൾ ഒരു DSPക്ക് നമ്മൾ എൻക്വയറി കൊടുത്തിട്ടുണ്ട്. ആ DSP ഡീറ്റെയിൽ ആയിട്ട് അത് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് എൻക്വയറി വന്നിട്ട് നോക്കിയിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. SHOയോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. അതിൽ വ്യക്തമാണെന്നാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. CCTVയിൽ വ്യക്തമാണ്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഡീഹണ്ടിന്റെ പോലെയുള്ള എന്തെങ്കിലും പരിശോധന ആണെങ്കിൽ ഈ കുട്ടിയും പറയുന്നുണ്ട് പേര് പോലും ചോദിക്കാതെ നേരെ മുടി പിടിച്ച് വലിച്ചു കയറ്റിയതാണെന്ന്. അതെ, എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എൻക്വയറി DSP ഇന്നും എൻക്വയറി പൂർത്തിയായിട്ടില്ല. പൂർത്തിയായിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കാം.